അടുത്തതായി വരാൻ പോകുന്നു കരുനാഗപ്പള്ളിയിൽ നിന്നൊരു മിടുക്കി കുട്ടിയാണ് പാടാൻ ഹന ഫാത്തിമ. ഓക്കെ, സോ ലെറ്റ്സ് വെൽക്കം ഹന. ഹായ് ഹന. ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം. എന്താ ചെയ്യുന്നേ? ഞാൻ ഡിഗ്രി സെക്കൻഡ് ഇയർ സ്റ്റുഡന്റ് ആണ്. കോളേജ് ലൈഫ് ഒക്കെ എങ്ങനെയുണ്ട്? ഫ്രണ്ട്സിനെ പറ്റിയൊക്കെ പറ. ഫ്രണ്ട്സ് ഒക്കെ അടിപൊളിയാ, സപ്പോർട്ടാണ്. ടീച്ചേഴ്സും അടിപൊളിയാ, സപ്പോർട്ടാ. എന്താവണമെന്ന് ആഗ്രഹം? എനിക്കെന്ന് വെച്ചാല് എന്നെ കുറച്ചു പേരെല്ലാം അറിയുന്ന ഒരു സിംഗർ ആവണം, പിന്നെ ഒരു നല്ലൊരു ഗവൺമെന്റ് ജോബ് വേണം. വാപ്പി, ഉമ്മി, അനിയത്തി. ഓക്കെ, അപ്പൊ ഇന്ന് ഏത് പാട്ടാ പാടാൻ പോകുന്നേ? ഞാന് ചന്ദനക്കാറ്റ്. ബ്യൂട്ടിഫുൾ. ഓക്കെ, അപ്പൊ നമുക്ക് കേൾക്കാം. യെസ്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേച്ചി. ചന്ദനക്കാറ്റേ കുളിർ കൊണ്ടുവാ, ചന്ദനക്കാറ്റേ കുളിർ കൊണ്ടുവാ. ചന്ദനക്കാറ്റേ കുളിർ കൊണ്ടുവാ, ചന്ദനക്കാറ്റേ കുളിർ കൊണ്ടുവാ. മുറിവേറ്റ പൈങ്കിളിക്കൊരു സ്വരരാഗ കൽപ്പകത്തിൻ തളിർ കൊണ്ടുവാ, ചന്ദനക്കാറ്റേ കുളിർ കൊണ്ടുവാ, ചന്ദനക്കാറ്റേ.
ഹന ഓ, ഭയങ്കര രസമായിട്ടാ പാടി, ഇങ്ങനെ ഒരു കുയില് പോലെ പാടി, ഭയങ്കര സൂപ്പർ ആയിരുന്നു കേട്ടാ. ചോദിക്കാം നമുക്ക്. ഓ, ചോദിക്കാം. ഹനക്ക് എന്താ തോന്നി, എങ്ങനെ പാടി? അക്ഷരത്തിന്റെ കുറെ പ്രോബ്ലംസ് എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ. അപ്പൊ അത് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. പിന്നെ അത് ആ ഒരു ഫ്ലോയില് വരുമ്പം ചിന്തനക്കാറ്റ് എങ്ങനെ ചിന്തനക്കാറ്റ് എങ്ങനെ മിമിക്രിയാ? അല്ല, അത് എനിക്ക് പറഞ്ഞു തന്നെ. അപ്പൊ അങ്ങനെ പാടുന്നുണ്ടോന്ന് എനിക്കറിയില്ല. ജഡ്ജസ് പറയുമ്പോ അറിയാൻ പറ്റും. ചോദിച്ചു നോക്കാല്ലേ. പാടിയപ്പോ അത് ശ്രദ്ധിച്ചിരുന്നില്ല അപ്പോ? തുടക്കത്തിൽ ശ്രദ്ധിച്ചു, പിന്നെ പിന്നെ ശ്രദ്ധിച്ചോന്നറിയില്ല. മൈ ഗോഡ്. പക്ഷെ നിങ്ങൾ എല്ലാരും ശ്രദ്ധിച്ചിട്ടുണ്ടാവുന്ന കുട്ടി വിചാരിക്കുന്നുണ്ട്. ഓക്കെ, ചോദിക്കാം. ആരോട് ആദ്യം ശ്രദ്ധിച്ചോന്ന് ചോദിക്കണ്ടേ? ശരത് സാർ. ശരത് സാറ് ശ്രദ്ധിച്ചോ എന്നാ ഹനയ്ക്ക് അറിഞ്ഞാ മതി. ഞാനൊന്നും ശ്രദ്ധിച്ചില്ല മോളെ, ഞാൻ ഉറങ്ങായിരുന്നു. ഹനേ, ഈ പാട്ടിന്റെ സൃഷ്ടികർത്താക്കളെ പറ്റി സംസാരിക്കൂ, കേക്കട്ടെ. ഇത് പാടിയത് ചിത്ര മാം ആണ്. ഭീഷ്മാചാര്യ എന്തൊരാചാര്യന? ഭീഷ്മാചാര്യ എന്ന് പറയുന്ന സിനിമയിലെയാണ്. എഴുതിയത് യൂസിഫ് അലി കേച്ചേരി സാറാണ്. ചെയ്തത് SP വെങ്കടേഷ് സാർ. ഇതിന് മാത്രം ഇത്ര കടിച്ചമ്പൊട്ടുന്ന മുതലാണ് മോള് പറയുന്നത്. ഇത് അണ്ണൻ ഇതുവരെ കേട്ട് കാണത്തില്ല, ഇങ്ങനെ അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞു. ഇപ്പൊ എന്തൊക്കെയാലും നല്ലൊരു പാട്ട്, നന്നായിട്ട് തന്നെ പാടി, നമുക്കൊക്കെ ഇഷ്ടപ്പെട്ടു. ഒരു കുട്ടിത്വമുണ്ട് പാടി. പിന്നെ എനിക്ക് ആകെ പറയാനുള്ളത് ഈ ചന്ദനക്കാറ്റേ, കാന്ന് കേക്കണ്ടേ? ചന്ദനക്കാറ്റേ കാ. അപ്പൊ അത് മോൾ ഇതൊന്ന് ശരിയാക്കിയാൽ മതി. അല്ല, നല്ല പാട്ടുകാരിയാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ആ ഒരു സിംഗിങ് രീതി എനിക്ക് ഇഷ്ടമായി. താങ്ക് യു ശരത് സർ. ഷാനിക. ഹന നന്നായിട്ട് പാടി മോളെ. താങ്ക് യു സർ. മോളെ ഞാനിവിടെ എഴുതി വെച്ചത് ഒന്ന്, യു ഹാവ് എ സ്വീറ്റ് വോയിസ്. വോയിസ് ഭയങ്കര സ്വീറ്റ് ആണ്, ഒരു ഭയങ്കര ഇന്നസെൻസ് ഉണ്ട് മോള് പാടുമ്പം. ഞാൻ ആകെ മെയിനായിട്ട് ഇതാ ശരത്തേട്ടൻ പറഞ്ഞാലോ, ഓപ്പൺ യുവർ മൗത്ത്. ഇതാണ് ഞാൻ എഴുതി വെച്ചത്. വേറെ അങ്ങനെ ഞാൻ ഒന്നും കാര്യമായിട്ടൊന്നും എഴുതി വെച്ചിട്ടൊന്നുമില്ല കേട്ടാ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷാനിക. ചേച്ചി. ഹന സൂപ്പർബായി പാടി. താങ്ക് യു മാം. ഹന സംസാരിക്കുമ്പോഴും ഇങ്ങനെ കാണുമ്പോഴൊക്കെ ഭയങ്കര ഒരു ക്യൂട്ട്. ഇത് ജൂനിയറിൽ വരുന്ന കുട്ടിയായിരുന്നു. അതെ, അത്രയും ഒരു പാവം കുട്ടി. ഒരു ഇന്നസെൻസ് ഉണ്ട് വോയിസില്, വാക്കുകൾ ഉച്ചരിക്കുന്നതിലും ഒക്കെ ഒരു ക്യൂട്ട്നെസ് ഉണ്ട്. താങ്ക് യു. ആണോ? തോന്നിയിരുന്നോ? ആരെങ്കിലും പറഞ്ഞിരുന്നോ? പറയും, എല്ലാരും പറയും കൊച്ചുകുട്ടിയെ പോലെയാണ്. വേറൊരു സൗണ്ടാന്ന് പറയും. വേറൊരു സൗണ്ട് മനുഷ്യന്റെ അല്ലേ? പാടുന്ന സമയത്തും ഒന്ന് സംസാരിക്കുമ്പോൾ സൗണ്ട്. ചക്കരേ ഭയങ്കര സ്വീറ്റാ. ഇങ്ങി വന്ന ഞാനൊന്ന് കെട്ടിപ്പിടിക്കട്ടെ. ഞാനൊന്ന് പോയിട്ട് വരാം. ഓൾ ദ വെരി ബെസ്റ്റ് ഹന്ന. നന്നാവട്ടെ. യു ഹാവ് എ വണ്ടർഫുൾ ഫ്യൂച്ചർ. ഓക്കെ, ഇനി വരക്കണ്ട. ചോദിക്കാം മാർക്സ്. ഓക്കെ ചേച്ചി. ഹന, ഈ പെർഫോമൻസിന് ഹനയ്ക്ക് 8.5. താങ്ക് യു മാം. താങ്ക് യു ചേച്ചി. ശരത് സർ 8.3. താങ്ക് യു സർ. ശരത് സർ. ഷാനിക 8.4. താങ്ക് യു സർ. ഷാനിക. ഓക്കെ, സോ ടോട്ടൽ 25.2. താങ്ക് യു. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.